ഹലോ ഗൈസ്, കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവൽ ഒരു സ്ലോ പേസിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവി. മമ്മൂട്ടി കമ്പനി ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത ഒരു മൂവി വേറെയില്ല. മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ, ഈ വിനായകയുടെ ഇന്റർവ്യൂ, പിന്നെ ക്രൂ മെമ്പേഴ്സ് മൊത്തത്തിലുള്ള ഒരു സ്റ്റേജ് ഷോ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഗുണം ആ പടത്തിന് തീർച്ചയായിട്ടും കിട്ടും. എന്റെ അനുമാനം ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു 5 കോടിയെങ്കിലും കളക്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നായകൻ വിനായകനാണ്, പ്രതിനായകൻ മമ്മൂട്ടി കൊടുകൂര വില്ലനാണ്, പിന്നെ നമ്മളെ ജിബിൻ ഗോപിനാഥുണ്ട്, പിന്നെ കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അതിൽ നമുക്ക് അറിയപ്പെടുന്നത് ഗായത്രി ആറുണ്ട്, പിന്നെ രജിഷ വിജയൻ, ഇതെല്ലാം ഈ പടത്തിലുണ്ട്. ഈ പടത്തിന്റെ നമുക്ക് ആദ്യം ഇന്റർവ്യൂ വെച്ച സ്ലോ മൂഡിൽ പോകുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതിനുശേഷം ഇന്റർവ്യൂവിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പടം നമുക്കൊരു മൂഡായിട്ട് വരുന്നത്, ഒരു ത്രില്ലിംഗ് മൂഡിലോട്ട് വരുന്നത് ലാസ്റ്റ് 20 മിനിറ്റാണ്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി മമ്മൂട്ടി അസാധ്യ അഭിനയമാണ്. മമ്മൂട്ടി പ്രത്യേകിച്ച് ഈ റോള്, ഈ സ്ക്രിപ്റ്റ് മമ്മൂട്ടി വായിച്ച് അത് അഭിനയിക്കാൻ കാണിച്ച ആ ധൈര്യം മമ്മൂട്ടിക്ക് കൈയടി നേടേണ്ടതാണ്. ലാലേട്ടൻ പോലും ഈ സ്ക്രിപ്റ്റ് അഭിനയിക്കുന്ന സംശയമുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് കൊടുകൂര വില്ലനാണല്ലോ. പിന്നെ വിനായകന്റെ റോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനായകൻ ഒരു സ്മൂത്തായിട്ട് അഭിനയിച്ച് ലാസ്റ്റ് ക്ലൈമാക്സ് മാത്രം കുറച്ച് പെർഫോമൻസ് അദ്ദേഹത്തിന് എനിക്ക് കണ്ടത്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ബീജിയം ഒട്ടും ശരിയായിട്ടില്ല. പല സീനുകളിലും ബീജിയം കെയർ ചെയ്യേണ്ട ബീജിയം ഇതൊന്നും ബീജിയത്തിന്റെ ഒരു പല സീനുകളിലും സൂട്ടായിട്ടില്ല. ബീജിയം ചെയ്ത എനിക്ക് തോന്നുന്നത് മുജീബ് മജീദ് എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യനാണ്. ബീജിയമിന്റെ ഈ ഒരു പോരായ്മ അതിനകത്ത് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻ, ഫൈറ്റ് സീനൊന്നും അത്രത്തോളം ശരിയായിട്ടില്ല. ഫൈറ്റ് സീന് മോശമായിരുന്നു. പടം എന്തായാലും ഒരു ആവറേജ് പടമാണ്. അപ്പം ഫാമിലി ആയിട്ട് പോയി കാണാവുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫാമിലി ആയിട്ട് പോയി കണ്ടു. അപ്പം എല്ലാവർക്കും നമസ്കാരം. ആഡിയോസ് അമീഗോ.